होगा तो कभी नहीं होगा। कि अभी नहीं होगा तो कभी नहीं होगा। ഹലോ മിസ്റ്റർ, എവിടെയാ ഷൂട്ടിംഗ് നടക്കണേ? ആക്ടേഴ്സ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ നടനുണ്ടോ, ഞാൻ എഴുതിയിരിക്കുന്ന കഥാപാത്രത്തെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ടോ? പേടിക്കണ്ട, ഈ സിനിമയിൽ എനിക്ക് വേണ്ട നടന്മാരെ അല്ല, ക്യാമറയുടെ മുന്നിൽ ജീവിക്കുന്നവരാണ് എനിക്ക് ആവശ്യം. പക്ഷേ എനിക്ക് അഭിനയിക്കാൻ അറിയാം, അതൊരു കുഴപ്പമാവോ? അത് സാരമില്ല, ചിലപ്പോൾ അഭിനയിക്കുന്നതായി അഭിനയിച്ചാൽ മതി. അത് ചെയ്യാം. പ്രേംകുമാർജി വലിയൊരു മഹാനടനാണെങ്കിലും അദ്ദേഹം എന്നെയും നിങ്ങളെയും പോലൊരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അവിടെ പോയി കണവണമെന്ന് ചോദിക്കാൻ നിൽക്കണം. ഏതാ ഈ ക്യാമറ ടെക്നോളജി? 16mm ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പോയ കാലം തിരിച്ചു കൊണ്ടുവരണ്ടേ? എന്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്? ക്യാമറ ടെക്നോളജി ഡിജിറ്റൽ അല്ലെങ്കിലേ എനിക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതെന്റെ മാമോദിസ വീഡിയോ അല്ല. പിന്നെ ചൊവ്വായും ബുധനും ഷൂട്ടിംഗ് വെച്ചേക്കരുത്, എനിക്ക് ഡേറ്റ് ഇല്ല. നേരത്തെ പറഞ്ഞേക്കാം, വീക്കെൻഡിൽ എന്നെയും കിട്ടില്ല. ഇവിടെ ഫ്യൂണറൽ തുടങ്ങുന്ന സീസണാ. ഫ്യൂണറൽ സീസൺ? ആ, അങ്ങനെ ഒരു സീസൺ ഉണ്ട് ഇവിടെ. ഒരു പ്രോബ്ലം ഉണ്ട്. പ്രേംകുമാറിനെ കാണാനില്ല. ഞാൻ നെയ്ബേഴ്സിനോടൊക്കെ അന്വേഷിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ വീട് പൂട്ടിയിട്ട് മാസങ്ങളോളം മിസ്സിംഗ് ആർക്കെന്താ പറയാനാ കിടക്കണം. വരാന്ന് പറഞ്ഞ നീ കേട്ടതല്ലേ? കള്ളുടിച്ചിട്ട് പറഞ്ഞായിരിക്കും. പിന്നെ പുള്ളി മറന്നുപോയി കാണും. എടാ, തന്നോട് ഞാൻ പറഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോണില്ല. ബാബു ബാക്കിലില്ലേ ഒരു സിനിമ ഉണ്ടാക്കാൻ നടക്കണം. ശരിയാക്കാം. ഞാൻ പറഞ്ഞതല്ലേ, മെയിൻ റോൾ ഞാൻ ചെയ്തോളാം. ഉല്ലാസ്, രാജസ്ഥാനിൽ ഊറ്റാളികൾ നടനാണ്. മമ്മി ചുമ്മാ ഒച്ചയിട്ട് അയാളെ പേടിപ്പിക്കല്ലേ.
അദ്ദേഹം എൻ്റെ മുൻസൂൺ മാംഗോസ് ആക്ടർ. പ്രായമായൊരു പെണ്ണുള്ളത് വല്ല ചിന്തയുണ്ടോ നിനക്ക്? ഒരാളല്ലല്ലോ, രണ്ടുപേരില്ലേ? മമ്മിക്കും പ്രായവരല്ലേ? കാരണം യു ഓക്കെ? ഇവിടെ എല്ലാത്തിൻ്റെ പിരിവെട്ടിയിരിക്കുക. മമ്മിക്കൊരു വിചാരമുണ്ട് എല്ലാവരും പോലെ ഞാൻ ഒരു മണ്ടനാണ്. അയാളുടെ വീട്ടിനകത്തല്ല, പുറത്ത് കാർ ഷെഡിലാണ് താമസിപ്പിക്കാൻ പോകുന്നത്. നീ വല്ല പിച്ചക്കാരൻ പിടിച്ചോണ്ടിങ്ങനെ നടന്നു. നിന്റെ കൂട്ടുകാരൊക്കെ കല്യാണം കഴിച്ച് കുടുംബവുമായി. രേഖയുടെ കല്യാണ പരസ്യം കിടപ്പുണ്ട് പത്രത്തിൽ, നോക്ക. ഇത് അവളൊന്നുമല്ല, അവൾക്ക് അവിടെ നിന്ന് 5 അടി 5 ഇഞ്ച്. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ചുമന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിൽ പോകരുത്. അവിടെയാണ് ഈ നാട്ടിലെ മലയാളികൾ താമസിക്കുന്നത്. കാശ് കൊടുത്ത് കൊള്ളാവുന്ന ഒരു സാധനം വാങ്ങുകയല്ല. പാറട്ടകൾ വെളുപ്പന്മാരുടെ ഏരിയയിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വീട്ടിലോട്ട് പോകുന്നു, കോളിംഗ് ബെൽ അടിക്കുന്നു, അവരിറങ്ങി വരുന്നു. നമ്മുടെ ലേഹ്യത്തിൻ്റെ ഗുണഗണങ്ങൾ അങ്ങ് വാരി വിതറിയേക്കണം. അപ്പോഴേ അവിടെ ആരും ഇല്ലെങ്കിലോ? അവിടെ ആരും ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് പോകണം. ഓ അത് ശരി. അപ്പോഴേ ഇതിലൊരു പുളിച്ച മണമുണ്ടെന്ന് സംശയം. അതാണല്ലോ അതിന്റെ ഗുണം. പഴകും തോറും വീര്യം കൂടുവെന്ന നമ്മുടെ വൈനൊക്കെ പോലെ. ക്രൂ റെഡിയാണ്. ഹലോ അങ്കിൾ. ക്രൂ ബഡ്ജറ്റ് കഴിഞ്ഞ് നിൽക്കും. ഈ ബഡ്ജറ്റിങ്ങിന്റെ പ്രത്യേകത എന്താ? ആർക്കും പൈസ കൊടുക്കരുത്. ആക്ടേഴ്സിന് 10 പൈസ കൊടുക്കണം കേട്ടോ. ശശാങ്ക ഡയലോഗൊക്കെ പഠിച്ചാ? എവിടെ? 96 ഇല്ലേ? 141 ഉണ്ട്. ഞാൻ 50 കൂടെ എക്സ്ട്രാ വാങ്ങി. കാർലോസ്, no need that. Don't. ഡമ്മി അയാൾക്ക് അറിയത്തില്ല. ഞാൻ പ്രേമിച്ചിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കസേരയുടെ നമ്മുടെ കയ്യിൽ ആകെ ഒരു കസേരയല്ലേ ഉള്ളൂ. അതിന്റെ മുകളിലത്തെ ഉല്ലാസ് കയറിയിരിക്കും. പുള്ളിക്ക് അതിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ക്രെയിൻ കൊടുക്കണം. ക്രെയിൻ എങ്ങോട്ട് കയറി പോവാ? ആകാശത്തല്ല ഷൂട്ടിംഗ്, ഭൂമിയില. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ഇറങ്ങടോ. सर सर आप बैठ जाओ सर. बैठिए सर. नहीं ठीक है कोई नहीं. ठीक वो लाया क्या? नहीं ओल्टर की. हाँ अरे हो जाएगा ना. पहला दिन हो जाएगा. इट बोलो बेटा. क्या सीन क्या है? हाँ ठीक है. रेडी सर. ओके रेडी. एवरीबॉडी नाइस मोड.